ഹരേ കൃഷ്ണ. നേരെ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മളിന്ന് ധനം, അതായത് ധനമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ കലികാലത്ത് നിലനിൽക്കാൻ ഏറ്റവും പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ധനമാണ്. അപ്പോൾ പണം വാരിക്കൂട്ടുന്ന 10 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സാധാരണ ജ്യോതിഷത്തിൽ പലരും ഈ സംശയങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലാണ് ധനം വരുന്നത്. പലരും പുതിയ ഈ കുഞ്ഞുങ്ങളെ ശരിക്കും സർജറി ചെയ്ത് എടുക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പം ഈ സർജറിക്ക് പോലും ഡേറ്റ് എടുക്കുമ്പോൾ പലരും ചോദിക്കും, ഈ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലാണ് കുഞ്ഞ് ധനവാനായി മാറുക എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ധനം വരാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ 10 നക്ഷത്രങ്ങളുണ്ടത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭരണി, പൂരം, പൂരാടം. ശുക്രൻ്റെ ആധിപത്യമുള്ള നക്ഷത്രമാണ് ഭരണി, പൂരം, പൂരാടം. ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ധനത്തിന് വലിയ ബുദ്ധിമുട്ട് വരികില്ല. അവർ ജീവിതത്തിൽ അബദ്ധം കാണിച്ച് ധനം കൊണ്ട് നഷ്ടപ്പെടുത്തിയാലേ ഉള്ളൂ, അല്ലെങ്കിൽ ധനത്തിന് ബുദ്ധിമുട്ട് വരികില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഭരിക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ അവരുടെ ധനം, സുഖം, ഇഷ്ടം, സന്തോഷമൊക്കെ കൊടുക്കുന്ന ശുക്രനാണ് അവർ ഭരിക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ആളാണ്, ആകർഷണീയതയുടെ ആളാണ്. ആകർഷണീയത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന എന്തുണ്ടോ അതെല്ലാം ശുക്രനാണ്. ദാറ്റ് മീൻസ് ഇപ്പം ഒരു ശുക്രൻ്റെ ആധിപത്യമുള്ള ഈ നക്ഷത്രക്കാരൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തുണിത്തരങ്ങൾ, ആഭരണം, ഫാൻസി ഐറ്റംസ്, അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. കലാകാരെ സംബന്ധിച്ച് അവരെല്ലാം തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവരാണ്, അവരുടെ കലയിലൂടെ ആകർഷിക്കുന്നു. തീർച്ചയായിട്ടും ശുക്രൻ്റെ ആധിപത്യം അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഈ 3 നക്ഷത്രത്തിലും ഉൾപ്പെട്ടവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ ധനപരമായിട്ട് വിജയിക്കും. അവർക്ക് അവർ ചെയ്യുന്ന ബിസിനസ്സോ കലയോ ഏത് മാർഗത്തിലായിരുന്നാലും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും അതിലൂടെ ധനവും ഐശ്വര്യവും ആർജിക്കാനും ഭരണി, പൂരം, പൂരാടം 3 പേർക്കും കഴിയും. അതുപോലെയാണ് വ്യാഴം. വ്യാഴം നമുക്കറിയാം ധനേശനാണ്. വ്യാഴം ധനകാരകനാണ്, സർവേശ്വരകാരകനാണ്. ഈശ്വരാധീനം, ഭാഗ്യം, പുണ്യം, ഇതിൻ്റെ എല്ലാം ആധിപത്യം വ്യാഴനാണ്. വ്യാഴം ഭരിക്കുന്ന 3 നക്ഷത്രങ്ങളാണ് പുണർദം, വിശാഖം, പൂരുട്ടാതി. പുണർദം, വിശാഖം, പൂരുട്ടാതി. ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ധനം വരും. അത് എത്ര വരും, എങ്ങനെ നിലനിർത്തും എന്നുള്ള അവരവരുടെ ജാതകം, പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചും പിന്നെ അവരവരുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ചിരിക്കും. ധനം ധാരാളം വന്ന് നഷ്ടപ്പെടുത്തിയവരുണ്ട്. വലിയ ബിസിനസ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുകയും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായവരുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെ ഉന്നതിയിലെത്തിയവരുണ്ട്. പക്ഷേ ഈ ധനം വന്ന അല്ലെങ്കിൽ ധനം കൊണ്ട് ഉയർച്ചയിലെത്തുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും ഒന്നുകിൽ ശുക്രൻ്റെ ആധിപത്യം അല്ലെങ്കിൽ വ്യാഴൻ്റെ ആധിപത്യമുള്ള ഈ നക്ഷത്രക്കാരാണ്. വ്യാഴൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞപ്പം പുണർദം, വിശാഖം, പൂരുട്ടാതി. കാരണം വ്യാഴമാണ് ഇവർക്ക് ഭാഗ്യം, ദൈവാധീനം, പൂർവ്വപുണ്യം. അതുപോലെ തന്നെ നമുക്ക് ഈ മറ്റുള്ളവരെ ഉപദേശിക്കാൻ, അതുപോലെ തന്നെ വ്യാഴത്തിന് ബലമുള്ളവരാണ് എപ്പോഴും നല്ല ബുദ്ധിപരമായ കാര്യങ്ങൾ, അതായത് മാനേജ്മെൻറ്റിലൊക്കെ ഉയർച്ചയിലെത്തുന്നവരാണ്. തീർച്ചയായിട്ടും ഈ 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ധനത്തിന് ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് വേണം പറയാൻ. ആവശ്യത്തിന് ധനം വരും. അത് നിലനിർത്തിയില്ലെങ്കിൽ അത് അവരുടെ ജാതകത്തിൻ്റെ കുഴപ്പമാണ്. അതുപോലെ തന്നെ ധനം ധാരാളമായി വരാൻ യോഗമുള്ള അല്ലെങ്കിൽ വരേണ്ട മറ്റ് നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഉത്രം. വ്യവസായം, ബിസിനസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക, ഒരുവിധപ്പെട്ട വ്യാപാരങ്ങൾ, അതായത് മീഡിയേറ്റർഷിപ്പ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ളതിലെല്ലാം കയറി വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ കഴിയും. ഉത്രക്കാരെ സംബന്ധിച്ച് അവർ വ്യവസായത്തിന് പറ്റുന്ന നക്ഷത്രക്കാരാണ്. കാരണം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് അവരുടെ ആധിപത്യം. 2 ഉത്രക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാരെല്ലാം
വ്യവസായത്തിൽ വിജയിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് അവർക്ക് ധനം വരും. മറ്റൊന്ന് അവിട്ടം. അവിട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസ്കൃതത്തിൽ ധനിഷ്ഠ എന്ന് പറയും. ധനം പ്ലസ് ഇഷ്ടം, അതാണ് ധനിഷ്ഠ. ധനിഷ്ഠ നക്ഷത്രം എന്ന് പറയും. എന്താണ് ധനിഷ്ഠ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ധനം വരണമെങ്കിൽ നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും പ്ലീസ് ചെയ്യിച്ച് കൊണ്ടു നടന്നാലേ വരുള്ളൂ. ഈ പണ്ടുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട്, അവിട്ടം തവിട്ടിലും തേടുമെന്നാണ്. അവിട്ടക്കാരെ സംബന്ധിച്ച് അവർക്ക് നയചാതുരിയുടെ ആൾക്കാരെ ഇടപെട്ട് അവരുടെ ബിസിനസ് വിജയിപ്പിക്കാൻ, അവരുടെ കാര്യങ്ങൾ കണ്ടെത്താൻ നല്ല മിടുക്കായിരിക്കും. അവർക്ക് ധനം വരും. ധനം നിലനിർത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരെ മിടുക്കാണ്. ഇനി അതുപോലെ രേവതി. രേവതി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അല്ലെങ്കിൽ പദത്തിൻ്റെ സംസ്കൃത അർത്ഥം തന്നെ സമ്പത്ത് അല്ലെങ്കിൽ സൗഭാഗ്യമെന്നാണ്. രേവതി നക്ഷത്രക്കാർ ധനം വരുന്ന നക്ഷത്രക്കാരാണ്. അതിൻ്റെ കാരണം രേവതി നക്ഷത്രക്കാരുടെ മീനക്കൂറെന്ന് പറയുന്നത് കൂറിൻ്റെ അധിപതി വ്യാഴമാണ്. തീർച്ചയായിട്ടും രേവതിക്കാർക്ക് ധനം വരും. പക്ഷേ ധനം വന്നിട്ട് നിലനിർത്താതെയും മറ്റുള്ളവരെ സഹായിച്ചും ധനനഷ്ടം വന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്ന രേവതിക്കാരും ഉണ്ട്. ഇനി ഇതുപോലെ ധനം വരുന്ന ഒരു നക്ഷത്രം കൂടിയുണ്ട്. ആരാണ്? രോഹിണി. രോഹിണി എന്ന് പറയാൻ കാരണം, രോഹിണി നക്ഷത്രം ഇടവക്കൂറിലാണ്. ഇടവക്കൂറാണ് ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രം. നമുക്ക് പുരാണങ്ങളിലറിയാം, ചന്ദ്രൻ തൻ്റെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന രോഹിണിയാണ്. അതിൻ്റെ പ്രകാരം അദ്ദേഹത്തിന് ദക്ഷപ്രജാപതിയിൽ നിന്ന് ശാപം വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ചന്ദ്രൻ രോഹിണിയെ സഹായിക്കാൻ കാരണം, ചന്ദ്രന് ബലമുണ്ടെങ്കിലേ ഏതൊരു ജാതകത്തിലും അനുഭവയോഗവും ധനവും വരികയും ധനം നിലനിൽക്കുകയുള്ളൂ. രോഹിണിക്കാരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യത്തിന് ധനം വരും. അവർ നയപരമായിട്ട് അത് കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുകയും ചെയ്യും. അവർ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ 10 നക്ഷത്രക്കാരാണ് പൊതുവിൽ 27 നക്ഷത്രക്കാരിൽ ധനം വരാൻ യോഗം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാർ. മറ്റുള്ളവർ അല്ല എന്നല്ല. ഇനി അതിനൊരു മറ്റൊരു ടേംസ് കൂടെ ഞാൻ പറയാം. ഈ ധനം വന്നാൽ നിലനിർത്തണമെങ്കിൽ നമ്മളവിടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഒരു കഥയാണ് പറയുന്നത്. കഥയല്ല, ഒരു ഉദാഹരണമാണ് പറയുന്നത്. കാരണം നമുക്കെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ അറിയാം. പാണ്ഡവരുമായിട്ട് വളരെ വലിയ സൗഖ്യത്തിലായിരുന്നു ഭഗവാൻ. പഞ്ചപാണ്ഡവരുമായിട്ടും കുന്തിദേവിയായിട്ടും ദ്രൗപദിയായിട്ടും വളരെ അടുപ്പമുള്ള അദ്ദേഹം. അവരെല്ലാവരും വനവാസത്തിന് പോയി വനത്തിൽ താമസിക്കുന്ന സമയത്ത് ഭഗവാൻ എപ്പോഴും ഇവരെ കാണാൻ ചെല്ലുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, അവരെ കാണാൻ ചെല്ലുമ്പോൾ പോലും ഭഗവാൻ ആരാണ്? ഭഗവാൻ മധുരയിലെ മഹാരാജാവാണ്. ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കളെ കാണാൻ ചെന്നപ്പോൾ മഹാരാജാവിന് പറഞ്ഞുകൂടെ, നിങ്ങൾ ഈ വനത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട, തൽക്കാലം കുറച്ച് നാളത്തേക്ക് എൻ്റെ ഔട്ട് ഹൗസിലൊന്നും താമസിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി അത് നമുക്കങ്ങ് വിടാം. ഭഗവാൻ അവരുടെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട് ദ്രൗപദി സൂര്യഭഗവാനെ ഉപാസിച്ചാണ് അക്ഷയപാത്രം കിട്ടുന്നത്, അന്നത്തിന് വേണ്ടിയിട്ട്, അവരുടെ ദാരിദ്ര്യം മാറാൻ വേണ്ടി. അപ്പോൾ അന്നത്തിന് വരെ അവർക്ക് ബുദ്ധിമുട്ട് വന്നു. ആ സമയത്തും കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ ചെല്ലാറുണ്ട്. അർജുനെയും കൊണ്ട് കറങ്ങി നടന്ന് ചായ കുടിക്കുകയും പിന്നെ വാഴയ്ക്കപ്പൊക്കെ തിന്നുമായിരുന്നു. എന്തുകൊണ്ട് ഭഗവാൻ അപ്പോഴും പറഞ്ഞില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ മാസം തൊട്ട് എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു കാളവണ്ടി നിങ്ങൾക്കുള്ള അരിയും പലവ്യഞ്ജനവും സാധനവും കൊടുത്തയക്കാം, ദാരിദ്ര്യം വേണ്ട, നിങ്ങൾ ആഹാരം കഴിച്ച് കിടക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്. ഭഗവാന്റെ കഥകളും ഗീതയൊന്നും പഠിച്ചാൽ മാത്രം പോരാ, അതിൽ നിന്നുള്ള തത്വാർത്ഥം, അതിനകത്തുള്ള മാനേജ്മെൻറ്റ് തിയറി നമ്മൾ പഠിക്കണം. അതായത് അവർക്കുള്ള കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും അവരനുഭവിക്കേണ്ടത് തന്നെയാണ്. അവരുടെ പ്രാരാബ്ധമാണത്. അതവർ കുറേശ്ശെ അനുഭവിച്ച് തീർത്ത് അതിൽ നിന്ന് ക്ഷത്രിയരാണ്, അവർ തന്നെ യുദ്ധം ചെയ്ത് അവരുടെ രാജ്യം തിരിച്ചു പിടിക്കണം. അങ്ങനെ അത് അനുഭവിച്ചാലേ അവർക്ക് ആ യുദ്ധം ചെയ്ത് രാജ്യം തിരിച്ചു പിടിക്കാനുള്ള കരുത്തുണ്ടാവുകയുള്ളൂ. ആ പ്രാരാബ്ധം തീർത്തു കൊടുക്കേണ്ടത് ഭഗവാനല്ല. ഭഗവാൻ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് അവരുടെ രാജ്യം തിരിച്ചു പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതും ഭഗവാൻ ചെയ്തില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പൂർവ്വപുണ്യം കൊണ്ട് ധനവും ഐശ്വര്യവും ഭഗവാൻ തരുമ്പോൾ നമ്മൾ ഇതുപോലെ പൂർവ്വപുണ്യക്കുറവുണ്ടോ അല്ലെങ്കിൽ സുഹൃതക്ഷയമുള്ളവർ പല അനാവശ്യ കാര്യങ്ങളിലും പോയി ഇടപെട്ട്
ആർഭാടം കാണിച്ച് കടവും ദാരിദ്ര്യവും വരുത്തിയിട്ട് നമ്മളടുത്ത് പലവിധ തന്ത്രങ്ങളുമായിട്ട് വരും. അത് ഏറ്റവും ആത്മാർത്ഥ ബന്ധുവാവട്ടെ, സുഹൃത്താകട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവരാവട്ടെ, നമ്മളൊരു കുറച്ച് ശുദ്ധഗതിയും മറ്റും ഉള്ളതുകൊണ്ട് ശ്രീകൃഷ്ണനെ പോലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കില്ല. നമുക്ക് കയ്യിലില്ലെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലും ഇവരെ സഹായിക്കും. അതോടെ അവരുടെ പ്രാരാബ്ധം നമ്മളെ ബാധിക്കും. കാരണം അവർ ആ കഷ്ടകാല സമയത്ത് അവരുടെ പ്രാരാബ്ധം അനുഭവിക്കുകയും ഒപ്പം ആ പരബ്രഹ്മത്തെ, ആൾമൈറ്റിയെ, പ്രപഞ്ച ചൈതന്യത്തെ അവർ തന്നെ ഈശ്വരനെ വിളിച്ച് അവരുടെ കഷ്ടപ്പാട് ഈശ്വരനാണ് മാറ്റിക്കൊടുക്കേണ്ടത്, നമ്മളെ ജോലിയല്ലത്. അപ്പോൾ ഈശ്വരൻ്റെ ജോലി നമ്മളെ ഏറ്റെടുത്താൽ ഭഗവാൻ നിശ്ചയിക്കും, എന്നാൽ പിന്നെ ഈ അവരുടെ പ്രാരാബ്ധം കുറച്ച് നീ അനുഭവിക്കട്ടെ. ഇങ്ങനെയാണ് ജീവിതത്തിൽ ധാരാളം ആൾക്കാർ ധനം ഉണ്ടായിട്ട് പോലും ധനനഷ്ടം വന്ന് കഷ്ടപ്പെടുന്നത്. എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിൽ ഒരു 80% ആൾക്കാരും ജീവിതത്തിൽ അബദ്ധം കാണിച്ച് ധാരാളം ലക്ഷക്കണക്കിന് ധനം നഷ്ടം വന്നവരാണ്. ഇനിയെങ്കിലും നിങ്ങളാരും ആർക്കും ധനം കൊടുത്ത് സഹായം ചെയ്യരുത്. പകരം നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു 5% അന്നദാനത്തിനും പിന്നെ വേണമെങ്കിൽ വസ്ത്രമോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കുക. ഒരിക്കലും പണം കൊണ്ട് ആരെയും സഹായിക്കരുത്. മഹാലക്ഷ്മി കൂടെ നിൽക്കില്ല. ഞാനിത് പറയാൻ കാരണം ധനം വരുന്ന നക്ഷത്രക്കാരാണ് ഈ 10 നക്ഷത്രക്കാർ. പക്ഷേ നിങ്ങളുടെ ജാതകാൽ പൂർവ്വപുണ്യം വേണം. ആ ധനം വന്നാൽ നിലനിൽക്കണം. വരാനുള്ള വഴികൾ നിങ്ങൾക്ക് ഭഗവാൻ കൊണ്ടുതരും. ഭഗവാൻ എപ്പോഴും വന്ന് നമ്മളെ കാര്യത്തിൽ നേരിട്ടൊന്നും ഇടപെടില്ല. ഭഗവാൻ അതിനുള്ള വഴികൾ കൊണ്ടുതരും. അത് പ്ലാനിങ്ങും യുക്തിയും ബുദ്ധിയും കൊണ്ട് കർമ്മം ചെയ്തും അപ്ലൈ ചെയ്തും വിജയിക്കേണ്ടത് നമ്മളെ മിടുക്കാണ്. അതിനകത്ത് അസ്ട്രോളജർക്കോ പൂജാരിമാർക്കോ ഒന്നും ഒരു പങ്കുമില്ല. ലക്ഷം രൂപ മുടക്കി കുബേരഹോമം ചെയ്താലും നിങ്ങളെ പ്രാരാബ്ധം നീങ്ങില്ല. നിങ്ങൾ പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെ ജീവിതത്തിൽ ധനവും ഐശ്വര്യം നേടണം. എന്നാൽ ഈ പറഞ്ഞ പോലെ ധനം വരാൻ യോഗമുള്ളവർക്ക് അതിനുള്ള വഴി വരുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില ധനങ്ങൾ ധാരാളം വന്നേക്കാം. വന്നാലും നിലനിർത്തുക. ഏതൊരു ജാതകത്തിലും 5-9 ഭാവങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. ആ ഭാവങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വ്യാഴം നല്ലതാണെങ്കിൽ, വലിയ കടുത്ത പൂർവ്വജന്മദോഷങ്ങളോ മാരക ജനിച്ച തറവാട്ടിൻ്റെ ദോഷങ്ങളോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ധനവും ഐശ്വര്യവും വരെ നിലനിൽക്കുകയും ചെയ്യും. ഇത് അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ്. ഇത്രയും കാലത്തെ എൻ്റെ ജ്യോതിഷ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. എന്തായാലും എല്ലാവർക്കും ധനവും ഐശ്വര്യവും വരുത്താൻ കഴിയും. നമ്മൾ സ്വന്തം പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹവും മറ്റുള്ളവരോ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും വരും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ധനം വരട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.